ഇൻസ്റ്റാഗ്രാമിലെ സബ്സ്ക്രിപ്ഷൻ എന്നൊരു ഓപ്ഷൻ ഇന്നിപ്പോൾ പലരുടെയും ഉറക്കം കെടുത്തുകയാണ്. തെറ്റിദ്ധരിക്കേണ്ട, സബ്സ്ക്രിപ്ഷൻകാരുടെ മാസവരുമാനം കൂട്ടി നോക്കി ഉറക്കം കളയുന്നവരെ പറ്റിയാണ് പറയുന്നത്. 40 ലക്ഷവും 80 ലക്ഷവും ഒക്കെ ഉണ്ടാക്കുന്നവരെ പറ്റിയാണ് ഇപ്പൊ എവിടെ നോക്കിയാലും സംസാരം. ആക്ച്വലി എന്താണ് ഈ സബ്സ്ക്രിപ്ഷൻ പരിപാടി? ചിലരൊക്കെ ഇതിൽ വല്ലാതെ അസ്വസ്ഥരാകുന്നത് എന്തുകൊണ്ടാണ്? ഇത് പുതുതലമുറയെ വഴിതെറ്റിക്കുമോ? ഈ സബ്സ്ക്രിപ്ഷൻ പരിപാടിയെ കുറിച്ച് ഇപ്പോൾ നമ്മുടെ ഇടയിൽ ഒരു സ്റ്റിഗ്മ നിലനിൽക്കുന്നുണ്ട്. സ്ത്രീകൾക്ക് നഗ്നത പ്രദർശനം നടത്തി പണമുണ്ടാക്കാൻ വേണ്ടിയുള്ള ഒന്നാണ് ഈ സബ്സ്ക്രിപ്ഷൻ എന്നൊരു പൊതുധാരണ കൊണ്ടാണിത്. എന്നാൽ സബ്സ്ക്രിപ്ഷൻ എന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ക്രിയേറ്റേഴ്സിന് വരുമാനം കണ്ടെത്താൻ അവതരിപ്പിച്ച ഒരു ഫീച്ചറാണ്. ആളുകൾ മന്ത്ലി ഓർ ഇയർലി ഒരു തുക പേ ചെയ്താൽ മാത്രമേ അവരുടെ ഇത്തരം കോണ്ടന്റിലേക്ക് ആക്സസ് കിട്ടുള്ളൂ. കോണ്ടന്റ് എന്തുമാകാം, പക്ഷെ സ്വാഭാവികമായും മെയിൽ ഗേസിനെ തൃപ്തിപ്പെടുത്തുന്ന കോണ്ടന്റ് ചെയ്യുന്നവർക്ക് കൂടുതൽ സബ്സ്ക്രിപ്ഷൻ കിട്ടിയേക്കാം. ഇപ്പൊ പലരുടെയും പ്രശ്നം സ്ത്രീകൾക്ക് ഇങ്ങനെ മെയിൽ ഗേസിനെ തൃപ്തിപ്പെടുത്തുന്ന എക്സ്ക്ലൂസീവ് കോണ്ടന്റ് ഉണ്ടാക്കി നന്നായി സമ്പാദിക്കാൻ കഴിയുന്നുണ്ട്. എന്നാൽ പുരുഷന്മാർക്ക് ആ ഒരു മാർക്കറ്റ് ഇല്ലാത്തത് കൊണ്ട് അതിന് പറ്റുന്നില്ല എന്നതാണ്. ഒരു യൂട്യൂബറും ഇതിനെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുന്ന വീഡിയോ കണ്ടു. ഇതേ യൂട്യൂബർ തന്നെ ഇങ്ങനെ വീഡിയോ ചെയ്യുന്ന സ്ത്രീകളെ കളിയാക്കുന്നുമുണ്ട്. അതായത് മാർക്കറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഞാനും ഇതൊക്കെ ചെയ്തേനെ, പക്ഷെ അതില്ലാത്തത് കൊണ്ട് തൽക്കാലം ചെയ്യുന്നവരെ പരിഹസിച്ച് വിഷമം അങ്ങ് തീർക്കാം എന്നൊരു ലൈൻ. സത്യം പറഞ്ഞാൽ ഈ മെയിൽ ഗേസിനെ തൃപ്തിപ്പെടുത്തുന്ന പരിപാടി ഇന്നിപ്പോ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയപ്പോഴോ ഓൺലി ഫാൻസ് തുടങ്ങിയപ്പോഴോ ഉണ്ടായ ഒന്നല്ല, മറിച്ച് കാലങ്ങളായി നമ്മുടെ സിനിമകളിലും മറ്റുമുള്ള ഒന്നാണ്. പക്ഷെ അപ്പോഴില്ല. ആ ഒരു പ്രശ്നം ഇപ്പോൾ ഈ സബ്സ്ക്രിപ്ഷൻ കാണുമ്പോൾ പലർക്കും തോന്നുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണം വേറൊന്നാണ്. സിനിമകളിൽ ആ മെയിൽ ഗേസിനെ കച്ചവടമാക്കിയത് പുരുഷ കേന്ദ്രീകൃത സിസ്റ്റം ആയിരുന്നെങ്കിൽ ഇവിടെ ഇവർ സ്വന്തം മാർക്കറ്റ് ചെയ്ത് സ്വയം ഏൺ ചെയ്യുകയാണ്. അവിടെ മിഡിൽമെൻ ഇല്ല, പ്ലാറ്റ്ഫോമിന് മാത്രം പൈസ കൊടുത്താൽ മതി. അപ്പൊ കൺട്രോൾ സ്ത്രീകളുടെ മാത്രം കയ്യിലാണ്. ആ കൺട്രോൾ, അതിലൂടെ സ്ത്രീകൾക്ക് കിട്ടുന്ന വരുമാനം, ഇതൊക്കെയാണ് നേരത്തെ പറഞ്ഞ യൂട്യൂബേഴ്സിനെ പോലുള്ളവരുടെ പ്രശ്നം. ഓക്കെ, ഇനി യഥാർത്ഥ പ്രശ്നത്തിലേക്ക് വരാം. ശരിക്കും ഈ മെയിൽ ഗേസിനെ മുതലെടുക്കുന്ന ടൈപ്പ് കോണ്ടന്റ് പലരുടെയും ഒരു പ്രധാന വരുമാന മാർഗമാകുന്നതും ഇതുപോലെയുള്ള പ്ലാറ്റ്ഫോംസ് ആൻഡ് സബ്സ്ക്രിപ്ഷൻ വലിയ രീതിയിൽ പോപ്പുലർ ആകുന്നതും ഒരു പ്രശ്നമാണോ? ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്നത് തന്നെയാണ് സത്യം. ഞാനിനി പറയാൻ പോകുന്നത് എഡ്യൂക്കേഷണൽ ടൈപ്പ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ടൈപ്പ് കോണ്ടന്റ് സബ്സ്ക്രിപ്ഷൻ വഴി കൊടുക്കുന്നവരെ കുറിച്ചല്ല, മറിച്ച് സെക്ഷൽ കോണ്ടന്റ് ചെയ്യുന്നവരെ കുറിച്ചാണ്. ഇൻസ്റ്റാഗ്രാം പോലുള്ള പ്ലാറ്റ്ഫോമുകൾക്ക് വ്യക്തമായ ഗൈഡ് ലൈൻസ് ഉണ്ടാകും, എന്ത് ചെയ്യാം എന്ത് ചെയ്യരുത് എന്നതിനെ കുറിച്ച്. അതുകൊണ്ട് തന്നെ വളരെ എക്സ്പ്ലിസിറ്റ് ആയ അത്തരം കോണ്ടന്റ് അവിടെ കാണാൻ കഴിയില്ല. പകരം ആ ഗൈഡ് ലൈൻസിനുള്ളിൽ നിന്നുകൊണ്ട് മെയിൽ ഗേസിനെ തൃപ്തിപ്പെടുത്തുന്ന ടൈപ്പ് കോണ്ടന്റ് ഇടാം. അതൊക്കെ, പക്ഷെ ഒരു ചെറിയ കമ്മ്യൂണിറ്റി രൂപപ്പെടുന്ന പോലെയാണിത്. അതായത് പേഴ്സണൽ ചാറ്റ് ചെയ്യാം, അതുകൊണ്ട് തന്നെ ഒരു പേഴ്സണൽ കണക്ഷൻ ഫീൽ ചെയ്യും. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ യങ്സ്റ്റേഴ്സ് ഒരു ലോൺലിനെസ് എപ്പിഡമിക്കിൽ കൂടിയാണ് കടന്നു പോകുന്നത്. പെണ്ണ് കെട്ടാൻ കിട്ടാത്ത അവസ്ഥ, പ്രത്യേകിച്ച് 90s കിഡ്സിന്. അപ്പൊ ആ ലോൺലിനെസ്, സ്ട്രെസ്, പ്രഷർ എല്ലാം ഇറക്കി വെക്കാൻ ഇത്തരം സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നവരുണ്ടാകാം. അതായത് കുറച്ച് പൈസ കൊടുത്ത് ഒരു കണക്ഷൻ ഉണ്ടാക്കുന്നു. ആദ്യമൊക്കെ വിചാരിക്കും എക്സ്ക്ലൂസീവ് കോണ്ടന്റിന് വേണ്ടിയാണ് സബ്സ്ക്രിപ്ഷൻ എടുത്തത് എന്ന്. പക്ഷെ സത്യം പലപ്പോഴും അതല്ല. ആ സെലിബ്രിറ്റിയോട് അല്ലെങ്കിൽ ആ വ്യക്തിയോട് കണക്ഷൻ കിട്ടാൻ വേണ്ടിയാണ് സബ്സ്ക്രിപ്ഷൻ എടുത്തത് എന്ന അവസ്ഥ വരാം. കോണ്ടന്റ് ക്രിയേറ്ററുടെ ഭാഗത്തു നിന്നും ആ ഒരു അപ്രോച്ചാണ് പലപ്പോഴും സബ്സ്ക്രിപ്ഷൻ എടുത്ത ആളുകൾക്ക് കിട്ടുന്നത്. എന്നോട് കുറച്ചുകൂടി ക്ലോസ് ആകാം, എന്നോട് സംസാരിക്കാം, എന്റെ ഇന്നർ സർക്കിളിൽ ഭാഗമാകാം എന്നൊക്കെ ആ ഇൻഫ്ലുവൻസർ പറയുന്ന പോലെയാണ് സബ്സ്ക്രിപ്ഷൻ. ഒറ്റപ്പെടുന്ന വ്യക്തികൾക്ക് ചിലപ്പോൾ അത് വലിയ കണക്ഷനായി ഫീൽ ചെയ്തേക്കാം. പക്ഷെ റിയാലിറ്റി എന്താണ്? ഈ കണക്ഷൻ എല്ലാം ഫേക്ക് ആണ്. ആ ക്രിയേറ്റർക്ക് നിങ്ങളെ അറിയുക പോലുമില്ല, മറിച്ച് ആ ക്രിയേറ്റർ അയാൾക്ക് കിട്ടിയ ആ ഒരു ഓപ്പർച്യൂണിറ്റി ഉപയോഗിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇത് റിയൽ കണക്ഷന് വേണ്ടി സബ്സ്ക്രിപ്ഷൻ എടുത്തവരുടെ കാര്യം. ഇനി വേറൊരു പ്രശ്നമുള്ളത് കുട്ടികളുടെ കാര്യത്തിലാണ്. അതിലിപ്പോ ഏത് ടൈപ്പ് കോണ്ടന്റ് ആണെങ്കിലും ഈ എക്സ്ക്ലൂസിവിറ്റി ഒരു പ്രശ്നമാണ്. ഓൾറെഡി ഒരു പാരലൽ വേൾഡ് കുട്ടികൾക്കിടയിൽ ഇന്ന് സോഷ്യൽ മീഡിയയിലുണ്ട്. പേരൻസിന് കടന്നു ചെല്ലാൻ കഴിയാത്ത ആ ലോകത്തേക്ക് ഈ സബ്സ്ക്രിപ്ഷൻ കൂടി കടന്നു വരുമ്പോൾ ഇതൊക്കെ മോണിറ്റർ ചെയ്യുക എന്നത് വലിയൊരു തലവേദനയാണ്. ഇതൊക്കെ മാറ്റി നിർത്തിയാൽ സ്ത്രീകൾ സബ്സ്ക്രിപ്ഷൻ തുടങ്ങുന്നതിനെ മൊത്തം ലൈംഗികതയുമായി കൂട്ടിച്ചേർത്ത് പറയുന്നതും ലൈംഗികതയെയും പണത്തെയും കൂട്ടിയിണക്കി സംസാരിക്കുന്നതും മനുഷ്യ മനഃശാസ്ത്രം അനുസരിച്ച് മാറ്റങ്ങളെ ഭയപ്പെടുന്നവരും മറ്റുള്ളവരുടെ വളർച്ചയിൽ അസൂയപ്പെടുന്നവരുമാണ്. ഒരു ക്രിയേറ്റർ തന്റെ കോണ്ടന്റിന് വില നിശ്ചയിക്കുന്നത് അയാളുടെ അവകാശമാണ്. അത് വാങ്ങണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം കൺസ്യൂമറിനുമുണ്ട്. സ്ത്രീകളുടെ ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷനെതിരെ സോഷ്യൽ മീഡിയയിൽ ഘോരഘോരം പ്രസംഗിക്കുന്നവരും സദാചാര ക്ലാസുകൾ എടുക്കുന്നവരും തന്നെയാണ് പലപ്പോഴും ഇത്തരം അക്കൗണ്ടുകളുടെ പ്രധാന വരിക്കാരെന്നത് പരസ്യമായ രഹസ്യമാണ്. സ്ത്രീ ശരീരം ഒരു ഉൽപ്പന്നം എന്ന നിലയിൽ വിൽക്കപ്പെടുന്നുണ്ടെങ്കിൽ അവിടെ ആ ഉൽപ്പന്നത്തിന്റെ ഏറ്റവും വലിയ ഉപഭോക്താക്കൾ പുരുഷന്മാരാണ് എന്നുകൂടി നാം കാണണം. ഡിമാൻഡ് ഉള്ളിടത്തോളം കാലം സപ്ലൈ ഉണ്ടാകും എന്നത് ലളിതമായ സാമ്പത്തിക ശാസ്ത്രമാണ്. പുരുഷൻ തന്റെ ലൈംഗിക തൃഷ്ണകൾ തീർക്കാൻ ഇത്തരം കോണ്ടന്റ് പണം നൽകി വാങ്ങുകയും പരസ്യമായി അതേ സ്ത്രീകളെ വേശ്യാവൃത്തി ആരോപിച്ച് അപമാനിക്കുകയും ചെയ്യുന്നത് കടുത്ത കാപട്യമാണ്. ലൈംഗികതയും സ്ത്രീ ശരീരവും ആസ്വദിക്കാൻ തയ്യാറാവുകയും എന്നാൽ അതിന് അന്തസ്സും പണവും നൽകാൻ വിസമ്മതിക്കുകയും ചെയ്യുന്ന പ്രവണതയെ എന്താണ് വിളിക്കേണ്ടത്? ശരിക്കും എന്തുകൊണ്ടാണ് ഈ സബ്സ്ക്രിപ്ഷൻ പരിപാടി കാണുമ്പോൾ ചിലർക്കൊക്കെ പൊള്ളുന്നത്? സമൂഹം എങ്ങോട്ട് പോകുന്നു എന്ന ജെനുവീനായ ആശങ്ക കൊണ്ടാണോ? അതോ ഇത്രയും പൈസ ചിലരൊക്കെ ഉണ്ടാക്കുന്നു എന്ന് കാണുമ്പോഴുള്ള ഒരു അസൂയയിൽ നിന്നാണോ? സമൂഹത്തിന്റെ അധപ്പതനം കാണാൻ വയ്യാത്തത് കൊണ്ടാണെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി. ഇത്തരം കോണ്ടന്റ് സബ്സ്ക്രൈബ് ചെയ്യാതെ വല്ല എഡ്യൂക്കേഷണൽ ടൈപ്പ് കോണ്ടന്റോ അല്ലെങ്കിൽ സ്കിൽ ഓറിയന്റഡ് ടൈപ്പ് കോണ്ടന്റോ ഒക്കെ സബ്സ്ക്രിപ്ഷൻ കൊടുത്ത് കാണുക. ആണുങ്ങളോടാണ്, അവരാണല്ലോ പ്രധാന ഉപഭോക്താക്കൾ. ഇനി വേറൊരു പ്രശ്നം കൂടിയുണ്ട്. ജീവിതത്തിൽ കഷ്ടപ്പെട്ട് എവിടെയെങ്കിലും എത്തിച്ചേർന്നിട്ടും പണത്തിന്റെ കാര്യത്തിൽ അത്ര ധാരാളിത്തം കാണിക്കാൻ പറ്റാത്ത ആളുകളുണ്ട്. കേരളത്തിലെ ഈ സബ്സ്ക്രിപ്ഷൻ സംഭവവും അവരുടെ മാസവരുമാനവും കേൾക്കുന്ന ഏതൊരാൾക്കും ഈ നിരാശ ബാധിച്ചേക്കാമെന്നല്ല, നല്ല നിരാശ പലർക്കുമുണ്ട്. ഈ വരുമാന കണക്ക് കേട്ടിട്ട് ഈ നിരാശ പ്രകടിപ്പിക്കുന്ന ചില മെസ്സേജുകൾ ഞങ്ങൾക്ക്
നിങ്ങൾക്കും കിട്ടിയിരുന്നോ? സത്യമാണ്, അത് വളരെ വാലിഡ് ആയ ഒരു നിരാശ തന്നെയാണ്. ഉദാഹരണത്തിന് PG ചെയ്യുന്ന ഒരു ഡോക്ടർ ഞങ്ങൾക്കൊരു മെസ്സേജ് അയച്ചിരുന്നു, അവരുടെ ഈ നിരാശ വ്യക്തമാക്കിക്കൊണ്ട്. കഷ്ടപ്പെട്ട് രാവും പകലും ഇരുന്ന് പഠിക്കുന്നു, കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നു, എന്നിട്ടും പ്രതീക്ഷിക്കുന്ന പണം കിട്ടുന്നില്ല. 1000 രൂപ ചെലവാക്കാൻ 3 വട്ടം ആലോചിക്കേണ്ടി വരുന്ന ഈ ഒരു അവസ്ഥ ഒരു വശത്ത്. മറുവശത്ത് തന്റെ ശരീരത്തെ ഒബ്ജക്ടിഫൈ ചെയ്തുകൊണ്ട് ചിലർ കോടികൾ ഉണ്ടാക്കുന്നു, അതും വലിയ കഷ്ടപ്പാടൊന്നും ഇല്ലാതെ. ഒട്ടും ഫെയർ അല്ല എന്ന് തോന്നാം, പക്ഷെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ലോകത്ത് അങ്ങനെയൊന്നും ഫെയർ അല്ല. ഉദാഹരണത്തിന് ചിലർ ജനിച്ചു വീഴുന്നത് തന്നെ പണമടക്കമുള്ള എല്ലാ പ്രിവിലേജോടും കൂടിയാണ്. ചിലർ ലോട്ടറി അടിച്ച് കോടിപതികളാകുന്നു. അപ്പൊ ലൈഫ് അങ്ങനെ ഫെയർ അല്ല എന്ന സത്യം നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. പിന്നെ ഇൻസ്റ്റ പോലൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്തിനാണ് സൊസൈറ്റിക്ക് ഒട്ടും ഉപകാരമില്ലാത്ത ഇത്തരം കാര്യങ്ങളെ മോണിറ്റൈസ് ചെയ്യാൻ വിടുന്നത് എന്നാണ് ചിലർ ചോദിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, സോഷ്യൽ മീഡിയ ആപ്പുകൾ സൊസൈറ്റിയെ എംപവർ ചെയ്യാൻ വേണ്ടി ഉണ്ടായതല്ല. പ്രോഡക്റ്റ്, അതിന്റെ ഡിമാൻഡ്, പിന്നെ ചില ഗൈഡ് ലൈൻസ്, ഇതൊക്കെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന എന്തും സോഷ്യൽ മീഡിയ ഉപയോഗിക്കും. അപ്പൊ എന്താണ് ഈ ഒരു സബ്സ്ക്രിപ്ഷൻ പരിപാടിയെക്കുറിച്ചും അതുകൊണ്ട് അസൂയപ്പെടുന്നവരെ കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.